മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന പരാതി. തിരുവനന്തപുരം അരുവിക്കര സ്വദേശി അഖിൽ മോഹനാണ് മരിച്ചത്. ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. തിരുവനന്തപുരം SK ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി. ആൻജിയോഗ്രാം ചോദിച്ചോ മിഷൻ കംപ്ലൈന്റ്. ഇത്രയും വലിയ ഹോസ്പിറ്റലാണ്. ആൻജിയോഗ്രാം ചോദിച്ചോ മിഷൻ കംപ്ലൈന്റ്. ആ പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ പേര് ഇന്ന് മെഡിക്കൽ സൂപ്രണ്ടും പറഞ്ഞതാണ് നമ്മളെ മിഷൻ കംപ്ലൈന്റ് ആണ്, നിങ്ങൾ അറിയിക്കണ ആവശ്യം. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് 12 മണിയായപ്പോൾ കൊണ്ടുവന്നതാണ്. വെറും നെഞ്ചുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടന്. ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കൊടുത്തു, അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഹാർട്ട് അറ്റാക്കിന്റെ സിമ്മലുണ്ട്. അവർ രണ്ടും പോസിറ്റീവ് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അവർ കൺഫേം പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം, അവിടെ ആൻജിയോഗ്രാം ഇല്ല, നിങ്ങൾ അടുത്ത പെട്ടെന്ന് ഹോസ്പിറ്റലിൽ SKയിലോട്ട് പോകാൻ പോയി. നമ്മൾ പറഞ്ഞു ശ്രീചിത്രയിൽ പോകാന്ന്. അവർ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ SKയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് SKയിലോട്ട് വിട്ട്. SKയിൽ 1 മണിയായപ്പോൾ ഇവിടെ വന്നു. 1 മണിയായപ്പോൾ വന്നപ്പോൾ നമ്മളെ ജൂനിയർ ഡോക്ടർ സീനിയർ ഡോക്ടർ എല്ലാം നോക്കി. കാർഡിയോ ജൂനിയർ ഡോക്ടർ വന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് എല്ലാം സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. കാർഡിയോ ഇവിടുത്തെ സീനിയർ ഡോക്ടർ രാജേഷിന് അയച്ചു കൊടുത്തു. രാജേഷ് ഡോക്ടർ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, ഈ പേഷ്യന്റിന് കാർഡിയോയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിച്ച് പറയാണ് ഒരു പ്രശ്നമില്ല ചേട്ടാ, നമ്മളെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഒരു പ്രശ്നമില്ലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വയലന്റ് ആയി തുടങ്ങി. ഇതെല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ഡോക്ടർമാരെ കൺമുമ്പിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ അവർ വേറെ ഒന്നും വെച്ചിട്ടില്ല. 2 ഓക്സിജൻ മാസ്ക് അല്ലാതെ 5 മണിക്കൂറോളം അവിടെ ഇട്ടുകൊണ്ട് കിടത്തി. നമ്മൾ 5 മണിക്കൂറോളം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. 5 മണിക്കൂറോളം. 5ാമത്തെ മണിക്കൂറായപ്പോൾ പുള്ളി ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ഫിക്സ് വരാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല, വെറും ആൻജിയോഗ്രാം തീരാന്നുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻജിയോഗ്രാമിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. വെറും ആൻജിയോഗ്രാമിൽ തീരാന്നുള്ള കാര്യം. ഇന്നലെ ഇവിടുത്തെ മിഷൻ കംപ്ലൈന്റ് ആയിരുന്നു. അതേവർ വരുമ്പോൾ നമുക്ക് പറയാമായിരുന്നു, നമ്മൾ വേറെ ആശുപത്രി കൊണ്ടുപോകരുത്, നമുക്ക് ഇവിടെ തന്നെ ചികിത്സിക്കണോ നിർബന്ധമില്ല. അതവർ പറഞ്ഞിട്ടില്ല. അവസാനം 5ാമത്തെ മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണതാണ് നല്ലത്, വേറെ ആശുപത്രി കൊണ്ടുപോ, എങ്കിലേ പുള്ളിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ. പറഞ്ഞിട്ട് തിരിഞ്ഞത് പുള്ളി ഡെത്തായി. രാവിലെ 5:30 പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് എഴുതിയെടുത്തോണ്ട് പോയി. വേറെ ഒന്നും ചെയ്തില്ല. പോലീസിനെ വിളിച്ചു, ഡോക്ടർമാരെ വിളിച്ചു. ആ ബോഡിയെ മരിച്ച ഡെത്തായെന്ന് പോലും ഇല്ലാതെ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ട് നേരെ എടുത്തോണ്ട് പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ എന്ന് സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. 30 ദിവസമായ കൊച്ചാണ്. 30 ദിവസമായി. എന്റെ ചേച്ചി പ്രസവിച്ചിട്ട് 30 ദിവസമായോ. ആ കൊച്ചിന്റെ അവളുടെ ഞാൻ എന്ത് പറയും? ആ ഡോക്ടർ ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ശ്യാമ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ ചെയ്യും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് കാണുന്നത്. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. മെഡിക്കൽ സമ്മറി നമുക്ക് തന്നിട്ടില്ല. ആൻജിയോഗ്രാം ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടില്ല. പേഷ്യന്റിനെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. 5 മണിക്കൂറായി പേഷ്യന്റ്, 8 മണിക്കൂറായി പേഷ്യന്റ് മരിച്ചിട്ട്. പേഷ്യന്റ് ഇപ്പോഴും 0% ചാൻസ് ഉണ്ട്, അതറിയാം. വെന്റിലേറ്ററിൽ ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റ് ഇടിക്കുന്നു. നാളെ നിങ്ങൾക്കെല്ലാം ഈ ഗതി വരും. ആരും ചോദിക്കാൻ വരില്ല. ആരും നിങ്ങൾക്ക് ഉള്ളതെന്നുള്ളത് നിങ്ങൾ തന്നെ ചോദിക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും നേരം നമ്മൾ മുമ്പിൽ വന്ന് നിൽക്കണം. ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെല്ലാം അകത്തുണ്ട്, ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നല്ലപോലെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഡോക്ടർമാർ നോക്കാത്തോണ്ടാണ് പറയാൻ. എന്താണ് ശരിക്കും സംഭവിച്ചത്? കുറച്ച് മെഡിക്കൽ കോളേജിലാണ് മുമ്പേ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവിടെ ബെഡില്ല, പിന്നെ ICU ഇല്ലെന്ന് പറഞ്ഞു. ബെഡ് ഷെയർ ചെയ്താൻ പറ്റുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അതും പറ്റൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ 1 മണിക്കൂർ കിടത്തി നോക്കിയപ്പോൾ അവിടെ കാർഡിയോളജിയുടെ ഇത് കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ SKയിലോട്ട് കൊണ്ടുപോകാൻ അവർ തന്നെ പറഞ്ഞ് SKയിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിട്ട് എൻ്റെ മോൻ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി
നെഞ്ചുവേദനയെന്ന് പറഞ്ഞു. ഡോക്ടർമാർ നോക്കിയിട്ട് നെഞ്ചുവേദനയല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കൂടെ അകത്ത് കയറ്റിട്ട് പറഞ്ഞു ബ്ലോക്ക് അല്ല, ഇത് കണ്ട ഇത് ബ്ലോക്ക് അല്ല, എന്തോന്നൊക്കെ TV-യിൽ കാണിച്ചിട്ട് ഇറങ്ങി. അവിടെ താഴെ വെച്ച് വന്നതിന് അവൻ കുറെ പ്രാവശ്യം ശബ്ദിച്ചിട്ട് പിന്നെ അവന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഇവരായിട്ട് ചികിത്സാ പേര് തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എന്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എന്റെ മക്കളാണ്. എന്റെ അച്ഛൻ ഇതേ അവസ്ഥ തന്നെ വരാം. നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുക. അവർ കവിതാവായ ഒരു സഹോദരനാണ്, കവി മരിച്ചു പോയതാണ്. ഞാൻ ആരും അല്ല, പേപ്പറിൽ എനിക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതെന്ന് കാരണം നമുക്ക് തന്നെ വിഷമം. അതെ, നൂലെടുത്താണ്. അപ്പൊ എനിക്ക് തന്നെ കേൾക്കും വിഷമമായി. കാരണം എന്റെ അച്ഛൻ ഇതേ പേഷ്യന്റ്, ഡോക്ടറിന്റെ പേഷ്യന്റാണ്. അപ്പൊ ഞാൻ ഇത് എന്ത് വിശ്വസിച്ച് ഞാൻ കൊണ്ടേ കാണിക്കും? ഇത് ഒന്നല്ല, ഇന്ന് ഫസ്റ്റ് ഡെത്ത് രണ്ടുപേര് ആൻജിയോഗ്രാം മിഷൻ കംപ്ലൈന്റ് ആണെന്നുള്ള പേരിൽ 2 പേരുടെ അവര് ആ പേഷ്യൻസ് കാല് പിടിച്ചവര് കൊടുത്തില്ല. മരിച്ചു കിടക്കുന്ന ആളെ തിരിച്ചു കിട്ടിയൊന്നുമില്ല. പക്ഷെ ഇതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് 5 മണിക്കൂർ നമ്മളെ ഇട്ടുകൊണ്ടിരുന്ന 5 മണിക്കൂർ നമുക്ക് അറിയാൻ പറ്റും. അതിന് തന്നെയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാകുന്നത്. ഫുൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഗതികളുണ്ടാവും. കാരണം നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഇതേ അവസ്ഥയിൽ ഞാൻ 2 മണിക്കൂർ കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ അഖിൽ മോഹനെ ആദ്യം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ICU യൂണിറ്റും കിടക്കകളും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്നാണ് SK ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും. അതേസമയം ആശുപത്രിയുടെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. വിനോദാണ് ചേരുന്ന വിവരങ്ങളുമായി. വിനോദ്, ഗുരുതര ആരോപണമാണ് അയാളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് അഖിലിന്റെ മരണം സംഭവിച്ചത്. ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അവിടെ കിടക്കകൾ ഇല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി മടക്കി അയക്കുകയായിരുന്നു. തുടർന്ന് ആദ്യം ശ്രീരാമകൃഷ്ണ സ്വകാര്യ ആശുപത്രിയാണ്, ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഇതിന് ചികിത്സിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് SK ആശുപത്രിയിലേക്ക് അവർ അയച്ചത്. ഈ സമയം അത്രയും നെഞ്ചുവേദന കൊണ്ട് അഖിൽ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു. ബന്ധുക്കളുണ്ടായിരുന്നു, വളരെ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് SK ആശുപത്രിയിൽ എത്തിയെങ്കിലും ആദ്യം ഈ ഹൃദയാഘാതത്തിന്റെ കാരണമൊന്നുമല്ല, ഹാർട്ടിന്റെ പ്രശ്നമല്ല, ഹൃദയ സംബന്ധമായ അസുഖമല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതായി അഖിലിന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും അസ്വസ്ഥനാവുകയും ഈ നെഞ്ചുവേദന ഉണ്ട് എന്ന് ബന്ധുക്കളോട് പറയുകയും ചെയ്തു, ഛർദ്ദിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ജൂനിയർ ഡോക്ടർമാർ മറ്റൊരു ഡോക്ടറെ വിളിച്ചു വരുത്തിയെന്നും ഏറെ നേരം ചികിത്സ ഇല്ലാതെ തന്നെ അവിടെ തുടരേണ്ടി വന്നു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ആൻജിയോഗ്രാം ചെയ്തിരുന്നില്ല. ഈ മെഷീൻ തകരാറായതുകൊണ്ട് തന്നെ മറ്റു ചിലർക്കും ഈ ചികിത്സാ രീതിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ബന്ധുക്കൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ മരണപ്പെട്ട ശേഷം ശസ്ത്രക്രിയ നടത്തുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു എന്ന മറ്റൊരു ആരോപണം കൂടിയുണ്ട്. അതായത് മരിച്ച ശേഷം ശസ്ത്രക്രിയ നടത്തിയെന്നത് പലപ്പോഴും ഇങ്ങനെ മരണപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ബിൽ തുക കൂട്ടി വാങ്ങുന്നതിന് വേണ്ടി, വലിയ തുകകൾ വാങ്ങുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയെന്നും അതിനുശേഷം വെന്റിലേറ്ററിന്റെ സഹായം തേടിയെന്നുമുള്ള തരത്തിലുള്ള വിവരങ്ങൾ പിന്നീട് ബന്ധുക്കളോട് പറയുകയും വലിയ തുകകൾ വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ള പരാതികൾ, ആ തരത്തിലെ ഒരു കാര്യം കൂടി ഉണ്ടായി എന്ന് പറയുന്നു. അഖിലിനാകട്ടെ 30 ദിവസം പ്രായമായ കുഞ്ഞാണുള്ളത്. കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ അഖിലിന് ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. അശ്വതി, വിനോദ്, ഇതിൽ വ്യക്തമാകാത്തൊരു കാര്യം ഇതാണ്. അവിടെ ഈ SK ഹോസ്പിറ്റലിലേക്ക് അഖിലിനെ കൊണ്ടുവന്ന സമയത്ത് അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരും സീനിയർ ഡോക്ടർക്ക് റിപ്പോർട്ട് അയക്കുകയും അതിന്റെ വിശദാംശങ്ങൾ തേടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ ആൻജിയോഗ്രാം ചെയ്യാനുള്ള സജ്ജീകരണം അവിടെ ഇല്ല എന്നിവരെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് തന്നെയല്ലേ ബന്ധുക്കളും ഉയർത്തുന്ന പരാതി? ആശുപത്രിയാണ് അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി നൽകേണ്ടത്. ആശുപത്രിയുടെ വിശദീകരണം വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമോ എന്നതും വ്യക്തമാകേണ്ടതുണ്ട്. പലപ്പോഴായി ഈ പിഴവുകൾ, ആശുപത്രിയിലെ പിഴവുകൾ വാർത്തയാകുന്ന സാഹചര്യങ്ങളുണ്ട്. കൈവിരലിലെ ശസ്ത്രക്രിയയ്ക്ക് വന്ന കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവം വരെ ഉണ്ടായ അത് അടുത്തിടെയാണ്. ആ തരത്തിലുള്ള ഗുരുതരമായ പിഴവുകൾ പലയിടങ്ങളിലായി സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന വിശദീകരണം, ആശുപത്രിയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം വരികയും അക്കാര്യത്തിൽ ഒരു
പ്രത്യേക സംഘത്തെ കൊണ്ട് മെഡിക്കൽ സംഘത്തെ കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് അന്വേഷിക്കുകയും വേണം എന്ന ആവശ്യം അത് അങ്ങനെ ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 5.5 മണിക്കൂർ ഒരാളിന് ഹൃദയാഘാതം അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടും കൃത്യമായ ചികിത്സ ലഭിക്കാതെ പോയത് എന്നത് ഗുരുതരമായ കാര്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചില്ല, മടക്കി അയച്ചത് കിടക്കകളില്ല എന്ന ഒരു കാര്യം പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അതിന്റെ ഒരു ഗുരുതര സ്ഥിതി കൂടിയുണ്ട്. ഒരു സാധാരണക്കാരൻ 3 ആശുപത്രികളിൽ പോകേണ്ടി വരുന്ന നില അത് ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറുപ്പക്കാരനാണ്, 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ പിതാവാണ്. ഈ തരത്തിൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആശുപത്രിയിലെത്തി നെഞ്ചുവേദന ഉണ്ട് എന്ന കാര്യം അറിയിച്ചിട്ട് കൂടി ആ നിലയ്ക്കുള്ള ഒരു പരിശോധനയിലേക്ക് പോയില്ല. ആദ്യം അവിടെ ബന്ധുക്കളെ സിസ്റ്റത്തിൽ കാണിച്ചു, ഇങ്ങനെ ബ്ലോക്ക് ആണെന്ന് ആദ്യം പറയുകയും പിന്നീട് ബ്ലോക്ക് ഇല്ല എന്ന് പറയുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു. അതായത് പരസ്പര വിരുദ്ധമായി ഡോക്ടർമാർ സംസാരിച്ചു എന്ന ഒരു കാര്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണ്ടതാണ്. അശ്വിനി, അതാണ് എന്തായാലും ഗൗരവമുള്ള വിഷയമാണ്. ഈ വാർത്ത നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. എന്തായാലും വരും മണിക്കൂറുകളിലും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പ് ഇതിൽ ഇടപെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അത് ആരുടെയെങ്കിലും അവഗണന കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയുക തന്നെ വേണം. ആ കുടുംബത്തിന് ആണ് നഷ്ടം, വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിയുള്ള ആളാണ് അഖിൽ. എത്രയോ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുള്ള ആളാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് വരാം. വിനോദ്, നമ്മുടെ ഫേസ്ബുക്കിലും നിരവധി കമന്റുകൾ വരുന്നുണ്ട്. വലിയ ദേഷ്യത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. നിയമത്തിന്റെ അഡ്വക്കേറ്റ് രവീന്ദ്രകുമാർ പറയുന്നു, നിയമത്തിന്റെ മറവിൽ ജനങ്ങളെ ശിക്ഷിക്കുന്ന സംവിധാനമായി ആരോഗ്യവകുപ്പ് മാറിയിരിക്കുകയാണ്. ജനം പ്രതികരിക്കുക, പ്രതിഷേധിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം കിച്ചു